ഭൂമണ്ഡലത്തിൽ സൂര്യഗതി അനുസരിച്ച് മേരുവിനെ പ്രദക്ഷിണം ചെയ്യുന്ന മനുപുത്രനായ പ്രിയവ്രത മഹാരാജാവിൻ്റെ രഥചക്രങ്ങളുടെ ഉരുൾച്ച നിമിത്തമുണ്ടായ അഗാധഗർത്തങ്ങൾ 7 സമുദ്രങ്ങളായി ഭവിച്ചു. ആ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഭാഗങ്ങൾ 7 ദ്വീപുകളുമായി. ജംബു, പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം എന്നാണ് ആ ദ്വീപുകളുടെ പേരുകൾ. ഭൂവലയമാകുന്ന മഹാതാമരപുഷ്പത്തിൻ്റെ മൊട്ടുകൾ പോലെയുള്ള 7 ദ്വീപുകളിൽ വെച്ച് അന്തർഭാഗത്തുള്ള മൊട്ട ഏതാണോ അതാണ് ജംബൂദ്വീപം. ഈ ജംബൂദ്വീപത്തിൽ 9 ഖണ്ഡങ്ങളുണ്ട്. ഈ 9 ഖണ്ഡങ്ങളിലും മഹാപുരുഷനും ജ്ഞാനാദി ഐശ്വര്യങ്ങൾ നിറഞ്ഞവനുമായ ശ്രീനാരായണൻ ആ ഖണ്ഡങ്ങളിലുള്ള പുരുഷന്മാർക്ക് മഹാനുഗ്രഹത്തെ നൽകുവാനായിക്കൊണ്ട് തൻ്റെ പരമോത്കൃഷ്ടമായ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഗണത്തോടും മനോഹര സ്വരൂപത്തോടും കൂടി എപ്പോഴും സന്നിധാനം ചെയ്യുന്നു. ഇതിൽ ഇളാവൃതമെന്ന ഖണ്ഡത്തിൽ ഭഗവാൻ പരമശിവൻ ഏകൻ മാത്രമാണ് പുരുഷൻ. പാർവതിയാകുന്ന സ്വാമിനിയോടുകൂടിയ ഭഗവാൻ ശ്രീ ശിവൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ എന്ന 4 മൂർത്തികളോടുകൂടിയ ഭഗവാനെ മഹാപുരുഷൻ്റെ 4ാമത്തെയും തമോ ഗുണപ്രകൃതിയുമായ സംഘർഷണൻ എന്നുപേരായ മൂർത്തിയെ മനസ്സിൽ ഏകാഗ്രതയോടുകൂടി ധ്യാനിച്ച് ഹൃദയത്തിൽ സന്നിധാനം ചെയ്തിട്ട് സ്തോത്രം ചെയ്യുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ 17ാം അധ്യായത്തിലെ 17 മുതൽ 24 വരെയുള്ള 8 ശ്ലോകങ്ങൾ. 1-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച. ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണസംഖ്യാനായ അനന്തായ വ്യക്തായ നമൈതി. ഭഗവാൻ സ്തുതിച്ചു. ഐശ്വര്യാദികളായ ഗുണങ്ങളാൽ പരിപൂർണനും മഹാപുരുഷനും സകല ഗുണങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനും അപരിച്ഛിന്നനും ആരാലും തിരിച്ചറിയപ്പെടുവാൻ സാധിക്കാത്ത വിധം അവ്യക്തനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. 2-ാമത്തെ ശ്ലോകം. ഭജേ ഭജന്യാരണപാദപങ്കജം ഭഗസ്യ കൃഷ്ണസ്യ പരംപരായണം ഭക്തേഷലം ഭാവിതഭൂതഭാവനം ഭവാവഹം ത്വാ ഭവഭാവമീശ്വരം. ഹേ ഭജിപ്പാൻ യോഗ്യനായുള്ളോനെ, സമസ്തമായ ഐശ്വര്യത്തിൻ്റെ ആശ്രയഭൂതനും ഉത്കൃഷ്ടനും ഭക്തന്മാർക്ക് ശരണപാദ പത്മത്തോടു കൂടിയവനും ഭക്തന്മാരിൽ ഏറ്റവും പ്രകാശിക്കപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയവനും സംസാരത്തെ വർദ്ധിപ്പിക്കുന്നവനും എല്ലാം ചെയ്യുവാൻ സമർത്ഥനുമായ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. 3-ാമത്തെ ശ്ലോകം. നയസ്യമായ ഗുണചിത്തവൃത്തിഭിർനിരീക്ഷതോ ഹൃണ്ണഭിദൃഷ്ടിരജ്യതേ ഈശേ യദാനോചിതമന്യുരംഹസാം കസ്തം ന മന്യേത ജിഗീഷുരാത്മനഃ. ലോകത്തെ മര്യാദയിൽ നിർത്തുവാനായിക്കൊണ്ട് അങ്ങ് മായാഗുണത്തെ അംഗീകരിക്കുന്നുവെങ്കിലും ആ മായാഗുണ കാര്യങ്ങളായ വിഷയങ്ങളോ അതുനിമിത്തമുണ്ടാകുന്ന മനോവികാരങ്ങളോ അങ്ങയെ അണുമാത്രവും ബന്ധിക്കുന്നില്ല. ക്രോധാദിവൃത്തികളെ ജയിക്കാതിരിക്കുന്ന ഞങ്ങളെ ബാധിക്കുന്നതുപോലെ അങ്ങയെ അവ ബാധിക്കാത്തതുകൊണ്ട് അങ്ങ് സർവേശ്വരനാകുന്നു. ദേഹേന്ദ്രിയാദികളെ കീഴടക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവൻ സർവേശ്വരനായ അങ്ങയെ ഭജിക്കാതിരിക്കും. 4-ാമത്തെ ശ്ലോകം. അസദൃശോയ പ്രതിഭാതിമായയാ ക്ഷീഭേവമദ്വാസവതാമ്രലോചനഃ നനാഗവദ്ദോർഹണയീശിരേ ഹ്രിയ യത്പാദയോ സ്പർശനദർശിതേന്ദ്രിയാഃ. മായനിമിത്തം സത്യം കാണാൻ ശക്തിയില്ലാത്ത അഭക്തന്മാരുടെ ദൃഷ്ടിയിൽ അങ്ങ് മദ്യത്താൽ മതിച്ചവനെന്ന പോലെയും ലഹരിയിൽ തുടുത്ത കണ്ണുകളോട് കൂടിയവനെന്നുപോലെയും കാണപ്പെടുന്നു. അങ്ങയുടെ പാദ ശുശ്രൂഷ ചെയ്യാൻ വരുന്ന നാഗസ്ത്രീകളുടെ മനസ്സും ഇന്ദ്രിയങ്ങളും അങ്ങയുടെ പാദസ്പർശം നിമിത്തം ക്ഷോഭിക്കുകയാൽ സർവജ്ഞനായ ഈ ദേവൻ നമ്മുടെ മനഃചാഞ്ചല്യത്തെ അറിയുമല്ലോ എന്ന ലജ്ജ കൊണ്ട് പാദപൂജ ചെയ്യുന്നതിൽ അശക്തകളായി ഭവിക്കുന്നു. സർവരുടെയും അന്തരംഗ വ്യാപാരത്തെ അറിയുന്ന അങ്ങയെ ആരു തന്നെ ഭജിക്കുകയില്ല. 5-ാമത്തെ ശ്ലോകം. യമാഹുരസ്യ സ്ഥിതിജന്മ സംയമം ത്രിഭിർവിഹീനം യമനന്തഋഷയഃ ന വേദസിദ്ധാർത്ഥമിവ ക്വചിത് സ്ഥിതം ഭൂമണ്ഡലം മൂർധസഹസ്രധാമസു. പരമാർത്ഥത്തെ അറിയുന്നവരായ ഋഷികൾ ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതിലയങ്ങൾക്ക് കാരണഭൂതനാണെങ്കിലും നിത്യനിർവികാരനായിരിക്കുന്നവനും അപരിച്ഛിന്നനുമായിരിക്കുന്നവൻ ആരാണോ
ആരുടെ സഹസ്രം ശിരസുകളിൽ ഒരേടത്ത് കടുകുമണി പോലെ ഇരിക്കുന്ന ഭൂമണ്ഡലത്തെ അറിയുന്നതേ ഇല്ലയോ? അപ്രകാരമിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. 6-ാമത്തെ ശ്ലോകം. യസ്യാദ്യ ആസീത് ഗുണവിഗ്രഹോ മഹാൻ വിജ്ഞാനധിഷ്ണ്യോ ഭഗവാനജ കില യൽസംഭവോഹം ത്രിവൃതാ സ്വതേജസ വൈകാരികം താമസമൈന്ദ്രിയം സൃജേ. ആരിൽ നിന്നാണോ ആദിയിലുണ്ടായതും ജ്ഞാനാശ്രയവുമായ മഹത്തത്വം എന്നുപേരായ സ്വരൂപമുണ്ടായത്, ആ വാസുദേവനിൽ നിന്നും ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് രുദ്രനായ ഞാനും ഉണ്ടായി. സത്വരജസ്തമോ രൂപമായിരിക്കുന്ന സ്വവിഭൂതി കൊണ്ട് സത്വഗുണപ്രധാനമായിരിക്കുന്ന ദേവതാമാർഗത്തെയും തമോ ഗുണപ്രധാനമായിരിക്കുന്ന ദേവതാവർഗത്തെയും തമോ ഗുണപ്രധാനമായിരിക്കുന്ന ഭൂതവർഗത്തെയും രജോ ഗുണപ്രധാനമായിരിക്കുന്ന ഇന്ദ്രിയവർഗത്തെയും അഹങ്കാരാധിഷ്ഠനായ ഞാൻ സൃഷ്ടിക്കുന്നു. 7-ാമത്തെ ശ്ലോകം. ഏതേ വയം യസ്യ വശേ മഹാത്മനഃ സ്ഥിതാ ശകുന്ത ഇവ സൂത്രയന്ത്രിതാഃ മഹാനഹം വൈകൃത താമസേന്ദ്രിയാഃ സൃജാമ സർവേ യദനുഗ്രഹാദിദം. പുണ്യപാപമിശ്രങ്ങളായ കർമ്മങ്ങളാകുന്ന ഗ്രന്ഥികളോടുകൂടിയ യാതൊരു മായയെ അങ്ങ് സൃഷ്ടിച്ചുവോ, ആ മായയുടെ ഗുണകാര്യങ്ങളായ ദേഹ ഇന്ദ്രിയ അന്ധഃകരണങ്ങളിൽ അഭിമാനിച്ചും കൊണ്ട് ആത്മസ്വരൂപത്തെ മറന്നിരിക്കുന്ന ഈ ജനം ആ മായയെ മാത്രമേ അറിയുന്നുള്ളൂ. അതിനെ കടന്നുപോവാനുള്ള ഉപായത്തെ അറിയുന്നില്ല. ഇപ്രകാരം ലോകത്തിൻ്റെ ഉൽപ്പത്തിക്കും ലയത്തിനും കാരണമായിരിക്കുന്ന സ്വരൂപത്തോടുകൂടിയ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. 8-ാമത്തെ ശ്ലോകം. യന്നിർമ്മിതാം കർഹ്യഭി കർമ്മപർവണീം മായാം ജനോയം ഗുണസർഗമോഹിതഃ ന വേദ നിസ്താരണയോഗമഞ്ജസാ തസ്മൈ നമസ്തേ വിലയോദയാത്മനേ.